ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ് ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലും ബോർഡിംഗ് മദ്രസയിലും ഉള്ള അഹ്കാമു തജ്വീദ് 7ാം ക്ലാസ്സിലെ അഹ്കാമു തജ്വീദിൻ്റെ പാഠഭാഗവുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദറസുസാനി, 2ാമത്തെ പാഠം റസ്മുൽ ഉസ്മാനി. ഖുർആനിൻ്റെ ഭാഷ അറബിയാണെങ്കിലും അതിൻ്റെ എഴുത്ത് രീതി റസ്മുൽ ഉസ്മാനി രീതിയിലാണ്. അപ്പോൾ നമുക്ക് പാഠം മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ അറബിയാണെങ്കിലും സാധാരണ അറബി എഴുത്തിൻ്റെ പൊതു നിയമത്തിൽ നിന്നും വ്യത്യസ്തമായാണ് ഖുർആനിൽ പല പദങ്ങളുടെയും എഴുത്ത്. ഈ എഴുത്ത് രീതിയാണ് റസ്മുൽ ഉസ്മാനി. പരിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ അറബിയാണെങ്കിലും സാധാരണ അറബി എഴുത്തിൻ്റെ പൊതു നിയമത്തിൽ നിന്നും വ്യത്യസ്തമായാണ് ഖുർആനിൽ പല പദങ്ങളുടെയും എഴുത്ത്. ഈ എഴുത്ത് രീതിയാണ് റസ്മുൽ ഉസ്മാനി. അപ്പോൾ എന്താണ് റസ്മുൽ ഉസ്മാനി എന്ന് മനസ്സിലാക്കുക, അടയാളപ്പെടുത്തി വെക്കട്ടാ. ഈ രീതിക്ക് വിരുദ്ധമായി ഖുർആൻ എഴുതാൻ പാടില്ല. ഈ രീതിക്ക് വിരുദ്ധമായിട്ട് ഖുർആൻ എഴുതാൻ പാടില്ല. ഏത് രീതി? റസ്മുൽ ഉസ്മാനിക്ക് വിരുദ്ധമായി ഖുർആൻ എഴുതാൻ പാടില്ല. റസ്മുൽ ഉസ്മാനിയിൽ പ്രധാനമായും 6 നിയമങ്ങളാണുള്ളത്. റസ്മുൽ ഉസ്മാനിയിൽ പ്രധാനമായിട്ടും 6 നിയമങ്ങളാണുള്ളത്. അൽ ഹദഫ്, ഒന്നാമത്തത് അൽ ഹദഫ്, അക്ഷരങ്ങൾ ഒഴിവാക്കൽ. അക്ഷരങ്ങൾ ഒഴിവാക്കൽ, ചില പദങ്ങളിൽ നിന്നും ചില അക്ഷരങ്ങൾ ഒഴിവാക്കിയാണ് ഖുർആനിൽ എഴുതിയിട്ടുള്ളത്. ഉദാഹരണം നോക്കിയിട്ട് നമുക്കത് മനസ്സിലാക്കാം. റസ്മുൽ കിയാസ് എന്ന സാധാരണ എഴുത്ത് രീതി, റസ്മുൽ ഉസ്മാനി പ്രകാരം അത് എഴുതിയത്. ഇവിടെ റഹ്മാനി എന്നതിൽ ഇവിടെ എന്താണ്? മാ എന്നതിനെ നീട്ടാൻ, ഫതഹയെ നീട്ടാൻ അലിഫ് അതിനോട് ചേർത്തിട്ടിട്ടുണ്ട്. എന്നാൽ റസ്മുൽ ഉസ്മാനി എഴുത്ത് രീതിയിൽ ചെറിയൊരു അലിഫ് ഇട്ടിട്ടാണ് അവിടെ ഈ അലിഫിനെ ഒഴിവാക്കിയത്. മനസ്സിലാക്കുക, റഹ്മാനി. മനസ്സിലായില്ലേ? അതുപോലെ എൽവൂന എന്നതിൽ ലൊമ്മയെ നീട്ടാൻ വാവ്, സാധാരണ എഴുത്ത് രീതിയിൽ, സാധാരണ അറബി എഴുത്ത് രീതിയിൽ എൽവൂന എന്നിങ്ങനെ എഴുതുക. റസ്മുൽ ഉസ്മാനി എഴുത്ത് രീതിയിൽ എൽവൂന, ഈ വാവിനെ ഒഴിവാക്കി ഇവിടെ ചെറിയൊരു വാവ് ആണ് റസ്മുൽ ഉസ്മാനി എഴുത്ത് രീതിയിൽ. അപ്പോൾ അത് മനസ്സിലാക്കുക, എന്താണ് ഇവിടെ വ്യത്യാസം വന്നത്. എൽവൂന എന്നത് റസ്മുൽ ഉസ്മാനിയിലെ ഏത് എഴുത്ത് രീതിയാണെന്ന് നമുക്ക് ചോദ്യം വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. അൽ ഹദഫ്, അക്ഷരങ്ങളെ ഒഴിവാക്കലാണ്, ചില അക്ഷരങ്ങളെ ഒഴിവാക്കലാണ്. അപ്പോൾ അത് മനസ്സിലാക്കട്ടോ, എന്താണ് മാറ്റം വന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഓരോന്നും പഠിക്കാൻ. ഉദാഹരണമൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് എക്സാമിന് തരിക. അപ്പോൾ അതിൻ്റെ പേര് ഇത് ഹദഫ് രീതിയാണ്. അടുത്തത് അസിയാദ, അക്ഷരങ്ങൾ കൂടുതലാക്കലാണ്. ഇവിടെ മറ്റവിടെ അക്ഷരത്തെ ഒഴിവാക്കലായിരുന്നു, സിയാദ അക്ഷരങ്ങളെ കൂടുതലാക്കണം. സാധാരണ എഴുത്തിൽ കാണാത്ത അക്ഷരങ്ങൾ ചില പദങ്ങളിൽ എഴുതിയിട്ടുണ്ടാകും. ഉദാഹരണം നോക്കുക. കിയാസി, സാധാരണ എഴുത്ത് രീതി ല അദ്ബഹന്ന എന്ന് നോക്കുമ്പോൾ ഇവിടെ ല അ അങ്ങനെയാണ് എഴുതിയത്. പിന്നെ മനസ്സിലായില്ല? എന്നാൽ ഇവിടേക്ക് നോക്കൂ, ല അദ്ബഹന്ന എന്ന് എഴുതിയെടുത്ത് ഇവിടെ ഒരു അലിഫ് കൂടുതൽ വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ല അദ്ബഹന്ന എന്നതിൽ ഒരു അലിഫ് കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പം സാധാരണ എഴുത്തിൽ കാണാത്ത അക്ഷരങ്ങൾ ചില പദങ്ങളിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പം അത് മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? അൽ ബദലാണ്. ബദൽ എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരത്തിന് പകരം മറ്റൊന്ന് കൊണ്ടുവരൽ. പകരം കൊണ്ടുവരൽ. മനസ്സിലാക്കുക, അതാണ് 3ാമത്തെ എഴുത്ത് രീതി. ഉദാഹരണം നോക്കൂ. കിയാസി, സാധാരണ എഴുത്ത് രീതിയിൽ നോക്കൂ. സ്വലാത്ത്, ലാ എന്നതിന് ലാമലിഫ് സ്വലാത്ത്. എന്നാൽ റസ്മുൽ ഉസ്മാനി എഴുത്ത് രീതിയിൽ നോക്കട്ടെ, പകരം ഒരക്ഷരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്, വാവ്. കണ്ടില്ലേ? സ്വലാ എന്നതിനെ നീട്ടാൻ അലിഫ് ഇട്ടിട്ടുണ്ട്, ചെറിയൊരു വാവ് ഇട്ടിട്ടുണ്ട്, സ്വലാത്ത്. അപ്പം ഇനി സ്വലവാത്ത് എന്നതാരും വായിക്കേണ്ട, സ്വലാത്ത് എന്നാണ് റസ്മുൽ ഉസ്മാനി എഴുത്ത് രീതിയിൽ. മനസ്സിലാക്കുക. അപ്പോൾ ഇത് സ്വലാത്ത് എന്ന് തന്നിട്ട് ഇത് ഏത് എഴുത്ത് രീതിയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയണം, ബദലാണ് എന്ന്. അതുപോലെ സിയാദ, ലദ്ബഹന്ന എന്നതിൽ സിയാദ എഴുത്ത് രീതിയാണ്, സിയാദയാണ്. റസ്മുൽ ഉസ്മാനിയിലെ സിയാദയാണ്. ഇനി അടുത്ത എന്താ വരുന്നത്? ഹംസയുടെ വ്യത്യസ്തമായ എഴുത്ത് രീതി. റസ്മുൽ ഉസ്മാനി പ്രകാരം ഹംസ വ്യത്യസ്ത രീതിയിൽ എഴുതിയിട്ട് നമ്മൾ ആ ഇ ഉ എന്ന് നമുക്ക് വായിക്കാം. ഇവിടെ ഇ
ഹംസയെ താഴെ എഴുതിയിട്ട് അലിഫിൻ്റെ താഴെ എഴുതിയിട്ട് ഇ, മനസ്സിലായില്ലേ? അതുപോലെ ആ, ഇത് അന്തർ. മുഅജ്ജലൻ ആ വാവിൻ്റെ മേലെ ഹംസയും ഫതഹ് ഇട്ടാൽ നമ്മൾ ആ എന്നാണ് വായിക്കുക, മുഅജ്ജലൻ. അടുത്ത് ഫി അത്തുൻ, ഇവിടെ കണ്ടില്ലേ ആട്ടത് ഫി അത്തുൻ. സമാഅൻ അവസാനത്തിൽ വന്നു. അപ്പോൾ അത് എക്സാമിന് ഹംസയുടെ വ്യത്യസ്ത എഴുത്ത് രീതി ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ വേർഡ്സുകൾ ഇത് അന്തർ, മുഅജ്ജലൻ, ഫി അത്തുൻ, സമാഅൻ എന്ന് എഴുതണം. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. ഇനി വസ്ലും ഫസ്ലും. എന്താണ് വസ്ലും ഫസ്ലും? അപ്പോൾ നമ്മൾ 1 ഹദഫ്, 2 സിയാദ, 3 ബദൽ, 4 ഹംസയുടെ വ്യത്യസ്ത എഴുത്ത് രീതി. 5ാമത്തതാണ് വസ്ലും ഫസ്ലും. എന്താണ് വസ്ലും ഫസ്ലും? വസ്ല് എന്ന് പറഞ്ഞാൽ പിരിച്ചെഴുതേണ്ട കലിമത്തിനെ ചേർത്ത് എഴുതലാണ് വസ്ല്. അപ്പോൾ ഉദാഹരണം നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. കിയാസി സാധാരണ എഴുത്ത് രീതി നോക്കൂ. ലി കൈല എന്നതിൽ ലിയ കൈ എന്നതൊരു വേർഡ്സും ലാ എന്നത് മറ്റൊരു വേർഡ്സും ആണ്. അപ്പോൾ ഇതിനെ റസ്മുൽ ഉസ്മാനി എഴുത്ത് രീതിയിൽ എന്താക്കും? ചേർത്ത് എഴുതും. രണ്ടായിട്ട് പിരിച്ചെഴുതിയതിനെ ചേർത്ത് എഴുതി, മനസ്സിലായില്ല? ലി കൈല എന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. റസ്മുൽ ഉസ്മാനി എഴുത്ത് രീതിയിലെ വസ്ല്, ഇത് ഏതാ എഴുത്ത് രീതി എന്ന് വെച്ചാൽ വസ്ലാണ്. ലി കൈല പിരിച്ചെഴുതേണ്ടതിനെ ചേർത്ത് എഴുതി. ഇനി അതുപോലെ ഫസ്ല് നോക്കൂ. ചേർത്ത് എഴുതേണ്ടതിനെ 2ആയി പിരിച്ച് നമ്മൾ 2ആയി നിൽക്കുന്നതിനെ ഒരുമിച്ച് എഴുതി. ഇനി ഇവിടെ ഒരുമിച്ച് നിൽക്കുന്നവരെ ചേർത്ത് എഴുതിയതിനെ 2ആയി പിരിച്ചെഴുതി. നോക്കൂ, ഇൽ യാ എന്നത് ഇവിടെ എന്താണ്? ചേർന്ന് നിൽക്കുകയാണ്. അതിനെ പിരിച്ചെഴുതിയത് നോക്കൂ, ഇൽ യാസീൻ. ചേർന്ന് നിൽക്കുകയാണത്. ഇത് രണ്ടും ഒരുമിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. ഇൽ യാ എന്നത് അതിനെന്താക്കി? 2ആക്കി. ഇൽ യാസീൻ ചേർത്ത് എഴുതിയതിനെ 2ആയി പിരിച്ചെഴുതി. ഇൽ യാസീൻ എന്ന് 2 വേർഡ്സ് ആക്കി റസ്മുൽ ഉസ്മാനി എഴുത്ത് രീതിയിൽ. അപ്പോൾ അത് കിയാസ് എഴുത്ത് രീതി നോക്കുക. ഇല്യാസീൻ, മനസ്സിലായില്ല? അപ്പോൾ അത് മനസ്സിലാക്കുക. വസ്ലും ഫസ്ലും മാറിപ്പോവരുത്, രണ്ടും നന്നായി മനസ്സിലാക്കുക. അടുത്ത എന്താണ്? 6ാമത്തെ എന്താ വരുന്നത്? മാഫി കിറാത്താനി ഫ കുത്തിബ ഇഖ്ദാഹുമ. 2 വിധം കിറാത്തുള്ള പദങ്ങൾ ഒരു കിറാത്ത് പ്രകാരം എഴുതുക. ഇവിടെ മാലിക്കി എന്നത് സാധാരണ എഴുത്ത് രീതി, ഇതും മാലിക്കി തന്നെയാണ്. പക്ഷെ ഇതിനെ മാലിക്കി എന്നും 2 വിധം കിറാത്തുണ്ട്. നമ്മൾ മാലിക്കി യൗമുദ്ദീൻ എന്ന സ്ഥലത്തും ഇതുപോലെയാണ് റസ്മുൽ ഉസ്മാനി എഴുത്ത് രീതിയിൽ എഴുതുക. മലിക്കിന്നാസ് എന്ന സ്ഥലത്തും ഇതുപോലെ തന്നെയാണ് റസ്മുൽ ഉസ്മാനി എഴുത്ത് രീതിയിൽ. അപ്പോൾ 2 വിധം കിറാത്തുണ്ട്. പക്ഷേ ഒരു കിറാത്ത് പ്രകാരമാണ് ഇത് എഴുതുക, മനസ്സിലാക്കുക. ഇത്രയാണ് ഇവിടെ വന്നത്. ഇനി നമുക്ക് ദഫ്തർ തോലിബ് നോക്കണം. പിന്നെ നമുക്കിവിടെ നോക്കി ഓതാൻ സൂറത്തുൽ ബക്കറയിലെ 77ാമത്തെ ആയത്ത് മുതൽ 134ാമത്തെ ആയത്ത് വരെ നോക്കി ഓതണം. റസ്മുൽ ഉസ്മാനി എഴുത്ത് രീതിയൊക്കെ മനസ്സിലാക്കണം. പിന്നെ മനപ്പാടാക്കാൻ സൂറത്ത് യാസീനിലെ 8ാമത്തെ ആയത്ത് മുതൽ 14ാമത്തെ ആയത്ത് വരെയും വാക്കിയ 7ാമത്തെ ആയത്ത് മുതൽ 12ാമത്തെ ആയത്ത് വരെയും ഇതിൻ്റെ കൂടെ നിങ്ങൾ മനപ്പാടായിരിക്കണം. അപ്പോഴാണ് നമുക്ക് പാഠഭാഗം കഴിയുമ്പോഴേക്കും എക്സാം ആകുമ്പോഴേക്കും മുഴുവനും ഹിഫ്ലാക്കാൻ കഴിയുള്ളൂ, മനസ്സിലാക്കുക. ഇനി നമുക്ക് വർക്ക് ബുക്ക് നോക്കാം. നമുക്ക് ആദ്യം വന്നത് എന്താണ്? റസ്മുൽ ഉസ്മാനി എഴുത്ത് രീതിയും സാധാരണ എഴുത്ത് രീതിയിലും ഇവിടെ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണ് നമ്മുടെ റസ്മുൽ ഉസ്മാനി എഴുത്ത് രീതിയിൽ അതിൻ്റെ പേര് ഇവിടെ നമുക്ക് കൊടുക്കണം. ഇവിടെ മാലിക്കി എന്ന് സാധാരണ എഴുത്ത് രീതിയും മാലിക്കി എന്ന് റസ്മുൽ ഉസ്മാനി എഴുത്ത് രീതിയും. അതെന്തായിരുന്നു? ഏത് നിയമമാണ്? റസ്മുൽ ഉസ്മാനിയിലെ ഏത് നിയമമാണ്? 6ാമത്തെ നിയമമായ മാഫി കിറാത്താനി ഫക്കുത്തിബ ഇഖ്ദാഹുമ. അപ്പോൾ അത് അവിടെ പാഠപുസ്തകത്തിൽ നോക്കിയിട്ട് ഇവിടേക്ക് തെറ്റില്ലാതെ എഴുതുക. അടുത്ത കുല്ലമ ചേർന്നിട്ടുള്ള പദത്തെ എന്താക്കി? 2ആക്കി പിരിച്ചെഴുതി. കുല്ല മാ എന്ന് 2ആക്കി പിരിച്ചെഴുതി. അപ്പോൾ എന്താണത്? അപ്പോൾ നമ്മൾ അൽ ഫസ്ല് ചേർത്ത് എഴുതേണ്ടതിനെ 2ആക്കി പിരിച്ചെഴുതിയിട്ടുണ്ട് റസ്മുൽ ഉസ്മാനി എഴുത്ത് രീതിയിൽ. അപ്പോൾ ഫസ്ലാണ്. അടുത്തത് അല്ലൻ 2ആയി പിരിച്ചതിനെ എന്ത് ചെയ്തു? ചേർത്ത് എഴുതി. 2ആയി പിരിച്ചതിനെ ചേർത്ത് എഴുതി. ഇത് അൽ വസ്ല് മനസ്സിലാക്കുക. അടുത്ത സ്വലാത്ത് സാധാരണ എഴുത്ത് രീതിയും റസ്മുൽ ഉസ്മാനിയും ബദല്
മറ്റൊരു പദം കൊണ്ടുവന്നു. സലാ വാവ്. നമ്മളിതൊക്കെ പാഠം എടുക്കുമ്പോൾ നന്നായിട്ട് വിശദമായിട്ട് പറയുന്നുണ്ട്. പാഠഭാഗം കണ്ടതിന് ശേഷം വർക്ക് എഴുതുക എല്ലാവരും കേട്ടോ. അപ്പോൾ ഇത് ബദലാണ്. ഇനി അടുത്ത ല അദ്ബഹന്ന. ല അദ്ബഹന്ന എന്തായിരുന്നു? സിയാദ. അക്ഷരങ്ങളെ കൂടുതലാക്കിയിട്ടുണ്ട്. സിയാദ. ഇവിടെ അലിഫ് വന്നിട്ടുണ്ട്, മനസ്സിലാക്കുക. സിയാദ. അടുത്തതാ ഈലാഫിഹിം. 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 മനസ്സിലായില്ലേ? ഇവിടെ എന്താണ്? ഈ യാന് പകരം ചെറിയ യാ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായിരുന്നു? ഹദഫ്. അക്ഷരങ്ങളെ ഒഴിവാക്കി, ഈ യാനെ ഒഴിവാക്കി, എന്നിട്ട് ഇവിടെ ചെറിയ യാ ഇട്ട്. അപ്പോൾ നമ്മൾ അൽ ഹദഫ് ഒന്നാമത്തെ നിയമം പറഞ്ഞിരുന്നു, അതാണ്. അടുത്തത് അതുപോലെ യാ നൂഹ്. യാ നൂഹ്. അതതുപോലെ ഈ അലിഫിനെ ഒഴിവാക്കിയിട്ട് ചെറിയ അലിഫിട്ട് യാ നൂഹ്. മനസ്സിലാക്കുക. അതും അൽ ഹദഫാണ്. അൽ ഹദഫ്. അടുത്തതാ സ ഉരീക്കും. സ ഉരീക്കും. ഇവിടെ ഒരു വാവ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. വാവ് ല അദ്ബഹന്ന പോലെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അക്ഷരത്തെ കൂടുതലാക്കിയിട്ടുണ്ട്. അസിയാദ. അസിയാദ. മനസ്സിലാക്കി എഴുതാട്ടോ. അടുത്തത് ഞാമത്ത. ഞാമത്ത. ഇവിടെ എന്താ വ്യത്യാസം? ഈ താന് വ്യത്യാസം വന്നു കണ്ടില്ലേ? അപ്പം എന്താണ്? ബദല്. ഒരക്ഷരത്തിന് പകരം മറ്റൊന്ന് കൊണ്ടുവന്നതാണ് ബദൽ. നമ്മൾ സ്വലാത്ത് പറഞ്ഞതുപോലെ ഞാമത്ത. മനസ്സിലാക്കട്ടാ. അൽ ബദല്. ലി കൈല. ലി കൈല എന്തായിരുന്നു? വസ്ല്. ലി കൈല വസ്ല്. പിരിച്ചെഴുതേണ്ട കലിമത്തിനെ ചേർത്തെഴുതി. റസ്മുൽ ഉസ്മാനിയിൽ ചേർത്തെഴുതി. ലി കൈല. അടുത്ത ഇല്യാസീൻ. ഇല്യാസീന് ഫസ്ല്. ചേർത്തെഴുതിയതിനെ രണ്ടായി പിരിച്ചു. ഇല്യാസീൻ. മനസ്സിലാക്കാം. ഇനി ഔലാമസ്തും. ഔലാമസ്തും എന്താണ്? ഇവിടെ ലാമ് ഇതിനോട് ചേർന്ന് ഒരു ചെറിയ അലിഫ് ഇട്ട് നമ്മൾ അലിഫ് ഒഴിവാക്കി. ബദല്. ബദല്. അക്ഷരങ്ങളെ ഒഴിവാക്കൽ. ബദല്. അൽ ബദല്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എഴുതുക. ഈ ഉദാഹരണങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് എക്സാമിന് വരിക. ലി കൈല എന്ന് എന്നിട്ട് ഇത് റസ്മുൽ ഉസ്മാനിയിൽ ഏത് എഴുത്ത് രീതിയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയണം. വസ്ല്. വസ്ലും ഫസ്ലും മനസ്സിലാക്കണം കേട്ടോ. ഇതെല്ലാം ഒരുമിച്ചാണ്. ഇത് രണ്ട് പദമായിട്ടാണ് ഉണ്ടാകുക. ഫസ്ല് കേട്ടോ. അടുത്ത് നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. റസ്മുൽ ഉസ്മാനി എന്നാൽ എന്ത്? റസ്മുൽ ഉസ്മാനി എന്നാൽ എന്താണ്? നമ്മൾ പാഠത്തിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് പറഞ്ഞിരുന്നു. എന്തായിരുന്നു? പരിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ അറബിയാണെങ്കിലും സാധാരണ അറബി എഴുത്തിൻ്റെ പൊതു നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായാണ് ഖുർആനിലെ പല പദങ്ങളുടെയും എഴുത്ത്. ഈ എഴുത്ത് രീതിയാണ് റസ്മുൽ ഉസ്മാനി. അപ്പോൾ അവിടേക്ക് എഴുതുക, പഠിക്കുക. അടുത്ത റസ്മുൽ ഉസ്മാനിയിലെ പ്രധാന നിയമങ്ങൾ ഏതെല്ലാം? എത്ര നിയമങ്ങളായിരുന്നു? 6 നിയമങ്ങൾ. ഏതൊക്കെയാണ്? അപ്പോൾ ആ പേരുകൾ ഓർഡർ നമ്പർ പ്രകാരം എഴുതുക. ഹദഫ്, സിയാദ, ബദല്, ഹംസയുടെ വ്യത്യസ്ത എഴുത്ത് രീതി, വസ്ല്, ഫസ്ല്, മാഫി ഖിറാഅത്താനി ഫ കുതിബ ഇഹ്ദാഹുമ. അങ്ങനെ 6 നിയമങ്ങളുണ്ട് റസ്മുൽ ഉസ്മാനിയിൽ. അത് എഴുതട്ടോ. അടുത്ത നുബയ്യിന്. എന്താണ്? ഹദഫ്. ഹദഫിന് വിശദീകരിക്കാനാണ്. എന്താണ് ഹദഫ് എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു? അക്ഷരങ്ങൾ ഒഴിവാക്കൽ. അത് എഴുതുക. അസിയാദ. അക്ഷരങ്ങൾ കൂടുതലാക്കൽ. അതൊക്കെ നിങ്ങൾ പാഠഭാഗത്തിൽ ഓരോന്നിൻ്റെ നമ്പറിൻ്റെ നേരെ വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കി എഴുതിയാൽ മതി, തെറ്റില്ലാതെ എഴുതുക. ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ കുട്ടികളുടെ ബുക്കാണ് ഞാനത് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവർ എഴുതിയതാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം? പകർത്തി എഴുതരുത്. അക്ഷരത്തെറ്റുകളുണ്ടാവും. ഞാൻ തിരുത്തുന്നില്ല, മനസ്സിലാക്കാം. പാഠബുക്കിൽ നോക്കി എഴുതുക. അടുത്തത് അൽ ബദല്. ബദൽ ഒരക്ഷരത്തിന് പകരം മറ്റൊന്ന് കൊണ്ടുവരൽ. ഒരക്ഷരത്തിന് പകരം മറ്റൊന്ന് കൊണ്ടുവരൽ. വസ്ല്. വസ്ല് പിരിച്ചെഴുതേണ്ട കലിമത്തിനെ ചേർത്തെഴുതൽ. പിരിച്ചെഴുതേണ്ട കലിമത്തിനെ ചേർത്തെഴുതൽ. ഫസ്ല് ചേർത്തെഴുതേണ്ട കലിമത്തിനെ പിരിച്ചെഴുതൽ. രണ്ടായി പിരിച്ചെഴുതൽ. ചേർത്തെഴുതേണ്ടതിനെ രണ്ടായി പിരിച്ചെഴുതൽ. അപ്പോൾ അതൊക്കെ പാഠഭാഗത്ത് നോക്കിയിട്ട് അങ്ങനെ വരുന്നുണ്ട്. എല്ലാ ഇതിൻ്റെയും നേരെ ഹംസയുടെ വ്യത്യസ്ത എഴുത്ത് രീതി, അക്ഷരങ്ങൾ കൂടുതലാക്കൽ, ഒരക്ഷരത്തിന് പകരം മറ്റൊന്ന് കൊണ്ടുവരൽ. അപ്പോൾ ഒക്കെ അവിടെ നോക്കിയിട്ട് തെറ്റില്ലാതെ എഴുതുക. അപ്പോൾ രണ്ടാമത്തെ പാഠമായ റസ്മുൽ ഉസ്മാനി ഇത്രയാണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.